നമ്മൾ ഈ വീഡിയോയിൽ മെയിനായിട്ട് പറയുന്നത് എങ്ങനെ റിവിറ്റ്ന്ന് മാക്സിലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ലൈറ്റിംഗ് കൊടുക്കുന്നതും അതിന് ട്രീസ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് എങ്ങനെ പ്രോപ്പറായിട്ട് റെൻഡർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് ഈ വീഡിയോ. ഇതാണ് മാക്സിൻ്റെ ഇൻ്റർഫേസ്. ഇതിൽ ഫസ്റ്റ് വരുന്നത് മെനു ബാർ, പിന്നെ മെയിൻ ടൂൾ ബാർ, കമാൻഡ് പാനൽ, നാവിഗേഷൻ കൺട്രോൾസ്, ആനിമേഷൻ കൺട്രോൾസ്, പിന്നെ വരുന്നത് സ്റ്റാറ്റസ് ബാർ. നമ്മൾ കൊറോണ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് ഈ കൊറോണ ടൂൾ ബാർ എന്ന് പറയുന്നത്. ഈ സൈഡിൽ കാണുന്നത് കംപ്ലീറ്റ് കൊറോണയുടെ ടൂൾസ് ആണ്. ഓക്കെ, പിന്നെ വരുന്നത് നമുക്ക് 4 വ്യൂ പോർട്ട്സ് കാണാം. പറഞ്ഞാൽ ടോപ്പ്, ഫ്രണ്ട്, ലെഫ്റ്റ്, പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞിട്ട്. ഹോൾഡ് ഡബ്ല്യു ആണ് ഇതിനെ മാക്സിമൈസ് ചെയ്യാനും മിനിമൈസ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പെർസ്പെക്റ്റീവ് വ്യൂവിനെ നമുക്ക് മാക്സിമൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതേപോലെ ഓൾട്ട് ഡബ്ല്യു പ്രസ് ചെയ്താൽ മതി. ഫ്രണ്ട് ആണെങ്കിൽ അതേപോലെ ഓൾട്ട് ഡബ്ല്യു. നമുക്ക് ഏത് വ്യൂ ആണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഓൾട്ട് ഡബ്ല്യു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് മാക്സിമൈസ് ചെയ്ത് കിട്ടും. ഈ മാക്സിൽ ബേസിക് ആയിട്ട് നമുക്ക് ചെയ്യാൻ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ റൊട്ടേറ്റ് ചെയ്യുക, മൂവ് ചെയ്യുകയൊക്കെ ചെയ്യണമെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ടാബ് ഉണ്ട്, ജോമെട്രി ഉണ്ട്. ജോമെട്രിയിലുള്ള സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എടുക്കുക, അതിൻ്റെ ഉള്ളിൽ നമുക്ക് ബോക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇത് ഡബ്ല്യു ആണ് ഷോർട്ട് കട്ട് മൂവ് ചെയ്യാനും. ഓക്കെ, അപ്പോൾ മൂവ് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് ആക്സിസ് അല്ലെങ്കിൽ വൈ ആക്സിസ് എങ്ങനെ വേണമെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാം. ഓക്കെ, ഇവിടെയാണ് മൂവിൻ്റെ ബട്ടൺ വരുന്നത്. ഡബ്ല്യു ആണ് ഷോർട്ട് കട്ട്. പിന്നെ ഇവിടെ താഴെ കാണാം നിങ്ങൾക്ക് എക്സും വൈയിലും നമുക്ക് ഒരുമിച്ച് മൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. അതേപോലെ തന്നെ സെഡും എക്സിലൊക്കെ ഒരുമിച്ച് മൂവ് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, ഇനി അടുത്തത് വരുന്നത് റൊട്ടേറ്റ്. ഇ ആണ് ഷോർട്ട് കട്ട്. ഇയിലാണെങ്കിൽ നമുക്ക് ഇതേപോലെ 3 ആക്സസ് നമുക്ക് കിട്ടും. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യണമെങ്കിൽ സെൻറ്ററിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി. ഇതേപോലെ തന്നെ സ്കെയില്, ആറാണ് സ്കെയിലിൻ്റെ ബട്ടൺ. ഓക്കെ, ഇതിലും നമുക്ക് സെഡ് വൈ അല്ലെങ്കിൽ എക്സ് സെഡ് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇതിനെ സ്കെയിൽ ചെയ്തെടുക്കാം. മാക്സിമം സ്കെയിൽ ചെയ്യാണ്ട് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് റെൻഡറിങ് സമയത്തൊക്കെ ചിലപ്പോൾ ഇഷ്യൂസ് ഉണ്ടാവും. യൂണിഫോം ആയിട്ടുള്ള സ്കെയിലിംഗ് ആണെങ്കിൽ കുഴപ്പമില്ല, അതല്ലെങ്കിൽ അത് പ്രശ്നമാവാൻ ചാൻസ് ഉണ്ട് റെൻഡറിങ് ടൈമിൽ. ഇനി നമുക്കൊരു ഒബ്ജക്റ്റിനെ എങ്ങനെ കോപ്പീസ് എടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. നമുക്കിപ്പോൾ ഒരു ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, ഷിഫ്റ്റ് ഹോൾഡ് ചെയ്യുക, എന്നിട്ട് നമ്മൾ മൂവ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കോപ്പീസ് നമുക്ക് കിട്ടും. അപ്പോൾ കോപ്പി ആയിട്ടുണ്ട്, ഇൻസ്റ്റൻസ് ആയിട്ടുണ്ട്, റെഫറൻസ് ഉണ്ട്. ഇപ്പോൾ ബേസിക്കായിട്ട് നമ്മൾ കോപ്പി നോക്കുക, ഇൻസ്റ്റൻസ് നോക്കുക. കോപ്പി എന്ന് പറയുമ്പോൾ ഇവിടെ നമ്പർ ഓഫ് കോപ്പീസ് നമുക്ക് ഇവിടെ തന്നെ കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ ഒരു ഇൻസ്റ്റൻസ് നമ്മൾ എടുക്കുകയെന്ന് വിചാരിക്കുക. ഓക്കെ, ഇനി ഇൻസ്റ്റൻസ് എടുത്ത് നമ്മൾ അതിൻ്റെ എന്തെങ്കിലും ചേഞ്ച് വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടോ, ആ ഒബ്ജക്റ്റിൻ്റെ ഇൻസ്റ്റൻസ് ആയിട്ട് ഏതാണ് നമ്മളെടുത്തത്, നമ്മൾ ഇവിടെ ചേഞ്ച് വരുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കോപ്പിയും ചേഞ്ച് വരും. ഓക്കെ, കോപ്പീസ് ആണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ഒരു ചേഞ്ചും വരില്ല, സെപ്പറേറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാം. കണ്ടോ, ഇത് തമ്മിൽ ഒരു വ്യത്യാസം വരില്ല. പക്ഷേ ഇതിൻ്റെ ഇൻസ്റ്റൻസ് ആയിട്ട് ഇതെടുത്തപ്പോൾ ഇവിടെ എന്ത് ചേഞ്ച് വരുത്തുന്നു അത് ഇതിലേക്കും എഫക്റ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇനി ഈ ഒബ്ജക്റ്റ് നമുക്ക് വേണമെങ്കിൽ യുണീക്കായിട്ട് മാറ്റണം. ഇപ്പോൾ ഇൻസ്റ്റൻസ് വേണ്ടാന്ന് വെക്കണമെങ്കിൽ ഇവിടെ നമുക്ക് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒബ്ജക്റ്റ് യുണീക്കായി മാറി. ഇനി നമുക്ക് ഇവിടെ ചേഞ്ച് വരുത്തിയാലും ഇതിൽ ചേഞ്ച് വരത്തില്ല. ഓക്കെ, ഇത് മെയിനായിട്ട് യൂസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സ് ഇതിനെ കോപ്പി ആയിട്ട് എടുക്കുമ്പോൾ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്ന സമയത്ത്. ഇൻസ്റ്റൻസ് ആണെങ്കിൽ ഇപ്പോൾ ഇങ്ങനത്തെ ഒരേ ടൈപ്പ് ഒബ്ജക്റ്റിനെ ആണെങ്കിൽ അത് ഒരൊറ്റ ഒബ്ജക്റ്റായിട്ട് കൺസിഡർ ചെയ്യും. അപ്പോൾ നമുക്ക് റെൻഡറിങ് ടൈമിൽ നമുക്കിത് ഭയങ്കര യൂസ്ഫുൾ ആണ്. ഇനി നമ്മൾ റെവിറ്റിന് FBX ഫയലായിട്ട് നമ്മൾ ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യാനായിട്ട് മുൻപ് കുറച്ച് കാര്യങ്ങൾ നോക്കണം. അതിൽ ഫസ്റ്റ് വണ്ണാണ് നമ്മൾ യൂണിറ്റ് സെറ്റപ്പ്. ഇപ്പോൾ ഇതിൽ കറക്റ്റ് സെൻറ്റിമീറ്റർ ആയിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ മെട്രിക്കിലിടുക, സെൻറ്റിമീറ്ററിന് വന്നിട്ട് നമ്മൾ അസൈൻ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് കസ്റ്റമൈസിൽ തന്നെ നമുക്ക് പ്രിഫറൻസ് ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ ഫയൽസിൻ്റെ ഉള്ളിൽ ഇവിടെ കംപ്രസ് ഓൺ സേവ് എന്ന് പറഞ്ഞത് ഒന്ന് ടിക്ക് ചെയ്ത് വയ്ക്കുക. അതല്ലെങ്കിൽ നിങ്ങളുടെ ഫയൽ സൈസ് ഭയങ്കര കൂടുതലാവും. അപ്പോൾ നമ്മൾ ഓരോ പ്രാവശ്യം സേവ് ചെയ്യുമ്പോഴും ചിലപ്പോൾ ഇരട്ടിയായിരിക്കും നമുക്ക് ഫയൽ സൈസ് ഉണ്ടാവുക. ഈ കംപ്രസ് ഓൺ സേവ് ഓൺ ആണെങ്കിൽ നമുക്ക് ഫയൽ സൈസ് കുറച്ചിട്ടാണ് നമുക്ക് സേവ് ആവുക. പിന്നെ വരുന്നത് ഓട്ടോ ബാക്കപ്പ്. ഇത് എനേബിൾഡ് ആയിരിക്കും. ഇത് വേണമെങ്കിൽ
നിങ്ങൾക്ക് പിന്നീട് ഡിസേബിൾ ചെയ്യാം. ബിക്കോസ് ഇത് വലിയ എന്തെങ്കിലും വർക്ക് എന്തെങ്കിലുമൊക്കെ വരുമ്പോഴാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈക്വൽ ഇൻ്റർവെൽസിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് സേവ് വരും. ആ സേവ് ആവുന്ന സമയത്ത് അത് സ്റ്റക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രിഫറൻസ് അനുസരിച്ച് നോക്കിയിട്ട് ഇത് ഓൺ ചെയ്യുക ഓഫ് ചെയ്യുക കാര്യങ്ങൾ ചെയ്യാം. ഇനി നമുക്ക് റിവിറ്റിൽ നമ്മൾ FBX ആയി വെച്ച സേവ് ചെയ്ത ഫയൽ എങ്ങനെയായിരിക്കും ഇമ്പോർട്ട് ചെയ്യാൻ നോക്കാം. ഇമ്പോർട്ട് എടുത്തു, ലിങ്ക് റിവിറ്റ്, അതിൽ റിവിറ്റ് മാക്സിമം കൊണ്ട് ഓൾറെഡി സേവ് ചെയ്ത് വെച്ച ഫയലാണ്. FBX ഫയലാകുമ്പോൾ ഇങ്ങനെയാണ് കാണുക. ഓപ്പൺ, ഇതിൽ പ്രീസെറ്റിൽ ഇതേപോലെ കമ്പൈൻ ബൈ റിവിറ്റ് മെറ്റീരിയൽ തന്നെ കൊടുക്കുക, അറ്റാച്ചസ് ഫയൽ കൊടുക്കുക. ഇവിടെ നോ കൊടുത്തു, ഇത് കഴിഞ്ഞ് അത് ക്ലോസ് ചെയ്യാം. ഇനി ഇതിൽ ഈ വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഓൾ ബി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിൽ യൂസ് കസ്റ്റമൈസ് യൂസർ ഇൻ്റർഫേസിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഓക്കെ കൊടുക്കുക. അപ്ലൈ ടു ഓൾ വ്യൂസ് ഇൻ ആക്റ്റീവ് ടാബും അപ്ലൈ ടു ആക്റ്റീവ് വ്യൂവും കൊടുത്ത് ഓക്കെ അടിക്കുക. ഇനി ഇത് കഴിഞ്ഞാൽ ഇമ്പോർട്ടായ ഫയൽ ജസ്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക, കൺട്രോൾ അടിച്ച് സെലക്ട് ചെയ്യുക, ഇവിടെ ഹയറാർക്കി പോവുക, എഫക്ട് പിവട്ട് ഓൺലി കൊടുക്കുക, സെൻറ്റർ ടു ഒബ്ജക്റ്റ് കൊടുക്കുക. ബിക്കോസ് ഈ പിവട്ടൊക്കെ മാറിക്കിടക്കുന്നുണ്ടാവും, അത് നമ്മൾ ഒബ്ജക്റ്റിൻ്റെ സെൻറ്ററിലേക്ക് ആക്കിയിട്ട് അസൈൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഫക്ട് പിവട്ട് ഓൺലി ഓഫ് ചെയ്യുക. നമ്മൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ പിവട്ട് നമുക്ക് ഇവിടെ തന്നെ കാണാം. ഓക്കെ, ഇനി നമുക്ക് ഇതിങ്ങനെ ജസ്റ്റ് കണ്ടോ, ചില സമയത്ത് ഇങ്ങനെ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഇഷ്യൂസ് ഉണ്ടാവും. ഇത് മെയിനായിട്ട് ഇഷ്യൂ വരുന്നത് ഗ്രിഡിൻ്റെ സെൻറ്ററിൽ നിന്ന് നമ്മൾ കുറേ മൂവ് ചെയ്തിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോഴാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വരിക. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യൂ പോർട്ട് ക്ലിപ്പിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് വ്യൂ പോർട്ട് ക്ലിപ്പിങ്ങിൽ ജസ്റ്റ് ഈ ഒരു ബാർ ചെറുതായിട്ടൊന്ന് ബുക്ക് ചെയ്യാൽ മതി, ഇത് ഓക്കെ ആവും. എപ്പോഴും ഇത് ഗ്രിഡിൻ്റെ സെൻറ്ററിലേക്കായിട്ട് മൂവ് ചെയ്ത് വെച്ചാൽ അത്രയും നല്ലതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഇതിനെ മൂവ് ചെയ്ത് വെക്കുകയാണ് ഗ്രിഡിൻ്റെ അവിടേക്ക്. ഓക്കെ, ഇത് നമ്മുടെ റിവിറ്റിൽ നിന്ന് കൊണ്ടുവന്ന ലൈറ്റ്സിൻ്റെയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പോൾ അതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, നമ്മളിപ്പോൾ ടോപ്പ് വ്യൂവിലാണ്, ഞാൻ ഫ്രണ്ട് വ്യൂവിലേക്ക് വരികയാണ്. അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം നമുക്ക് ഇവിടെ ഇതാണ് നമുക്ക് 0 വരുന്നത്. ഇത് എലിവേറ്റ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനെ പതുക്കെ നമുക്ക് കുറച്ച് താഴ്ത്തി കൊടുക്കാം. ഓക്കെ, 0 ലെവലിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ്. ഓക്കെ, ഇനി ഞാൻ വീണ്ടും ടോപ്പ് വ്യൂവിൽ വന്നു. ടോപ്പ് വ്യൂവിൽ വന്നിട്ട് ഞാനൊരു ക്യാമറ സെറ്റ് ചെയ്യണം. ഇവിടെയാണ് നമ്മുടെ ക്യാമറ വരുന്നത്. അതിൽ കൊറോണ ക്യാമറ എടുത്തു, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യണം. ഓക്കെ, നമ്മുടെ ക്യാമറ സെറ്റായി. ഇനി സി അടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യാമറ വ്യൂയിലേക്ക് വരും. പാൻ യൂസ് ചെയ്തിട്ട് സ്ക്രോൾ ബട്ടൺ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ പാൻ ചെയ്തിട്ട് ജസ്റ്റ് പണി പൊക്കി വയ്ക്കാം. ഓക്കെ, ഈ സി അടിക്കുമ്പോൾ നമ്മൾ കണ്ടില്ലേ ഇവിടെ ഒരു ഇതുകൂടി കണ്ടത്, ഇത് റിവിറ്റിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ക്യാമറയാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ടോപ്പ് വ്യൂവിൽ പോയിട്ട് ഈ ക്യാമറ കണ്ടില്ലേ അങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞാൽ ഇനി സി അടിച്ച് കഴിഞ്ഞാൽ ഒറ്റ ക്യാമറ ഉള്ളൂ. നമ്മളൊരു ക്യാമറ ഇട്ടുകൊണ്ട് ഡയറക്റ്റ് ആ വ്യൂവിലേക്കാണ് ഇനി വരിക. ഇപ്പോൾ ഈ വ്യൂവിൽ നിങ്ങൾക്ക് കാണാം ജസ്റ്റ് ഇങ്ങനെ പൊളിഞ്ഞ് പോകണ പോലെയൊക്കെ കാണാം. അത് നമുക്ക് വീണ്ടും പോയിട്ട് ഈ വ്യൂ പോർട്ട് ക്ലിപ്പിംഗ് എടുക്കുക, ജസ്റ്റ് ഒന്ന് പൊക്കി കൊടുത്താൽ മതി, ചെറുതായിട്ട് നോക്കിയാൽ മതി. ഒരു ക്രോപ്പ് ചെയ്യണ പോലെ തന്നെയാണ് വ്യൂ പോർട്ട് ക്ലിപ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ ഈ ഫയൽ റിവിറ്റായിട്ട് ലിങ്ക്ഡ് ആണ്. അപ്പോൾ നിങ്ങൾ അവിടെ എന്ത് ചേഞ്ച് വരുത്തിയാലും നമ്മുടെ ഇവിടെയും കണക്റ്റഡ് ആയിട്ട് ആ ചേഞ്ച് വരും. സപ്പോസ് നമുക്ക് ഇവിടുന്ന് സെപ്പറേറ്റ് ആയിട്ട് നമുക്കൊരു ഒബ്ജക്റ്റിനെ നമുക്ക് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് മാനേജ് ലിങ്ക്സിൽ പോവുക, എക്സ് അടിച്ച് കഴിഞ്ഞാൽ സെർച്ച് ബാർ വരും, അതിൽ മാനേജ് ലിങ്ക്സിൽ എടുക്കുക, ഫയൽ എടുക്കുക, അതിലേക്ക് നമ്മൾ ബൈൻഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി രണ്ടും തമ്മിലുള്ള കണക്ഷൻ നമ്മളിവിടെ കട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ റിവിറ്റായിട്ടും മാക്സ് ആയിട്ടുള്ള ലിങ്ക് നമുക്ക് ഉണ്ടാവില്ല. ഇനി ഓരോന്നും നമുക്ക് സെപ്പറേറ്റ് ആയിരിക്കും. മുൻപത്തെ ആണെങ്കിൽ നമുക്ക് റിവിറ്റിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തുകയാണെങ്കിൽ നമുക്ക് ഇവിടെയും വരും.
ഓക്കെ. നെക്സ്റ്റ് നമുക്ക് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, ഓപ്പൺ കൊറോണ കൺവേർട്ട് എടുക്കുക. അത് കഴിഞ്ഞിട്ട് എവറിത്തിങ് ഇവിടെ കണ്ടോ, കൺവേർട്ട് ചെയ്യണം. ഇതിലത്തെ എല്ലാ മാപ്പിനെയും മെറ്റീരിയലും നമുക്ക് കൺവേർട്ട് ചെയ്ത് കൊറോണയിലേക്ക് കൊണ്ടുപോകണം. ഓക്കെ, ഓക്കെ അടിക്കുക, ഷോ കൊടുക്കണേ ഷോ കൊടുക്കുക, ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ഇതിൽ എങ്ങനെയാണ് എൻവയോൺമെൻറ്റും സണ്ണും കൊടുക്കുക എന്നുള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ മെറ്റീരിയൽ എടുക്കുക. അതിൽ നമുക്ക് വന്നിട്ട് കണ്ടോ മാപ്സ് ഉണ്ടോ, ആ മാപ്സിൻ്റെ ഉള്ളിൽ കൊറോണ സ്കൈ എടുത്ത് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തിടാം. ഓക്കെ, ഇനി F10 അല്ലെങ്കിൽ ഇവിടെ റെൻഡർ സെറ്റപ്പ് ഉണ്ടാവും. ഈ റെൻഡർ സെറ്റപ്പിൻ്റെ ഉള്ളിൽ സീൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീൻ എൻവയോൺമെൻറ്റ് ഉണ്ടാവും. അതിൽ സിംഗിൾ മാപ്പ് ഇടുക, എന്നിട്ട് ഈ കൊറോണ സ്കൈ നേരെ ഇതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഈ കൊറോണ സ്കൈയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലൗഡ്സ് വേണമെങ്കിൽ ക്ലൗഡ്സ് എനേബിൾ ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കിടക്കുന്നത്. ഓക്കെ, നിങ്ങൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൽ സെറ്റിങ്സ് വരും. ഓക്കെ, ഇനി ഇതേ സീനിൽ നമുക്ക് ഒരു സണ്ണോടെയും കൊടുക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ടോപ്പ് വ്യൂയിൽ ഇട്ടു. ടോപ്പ് വ്യൂ ഇട്ടതിന് ശേഷം ലൈറ്റ്സിൽ വന്നു. ലൈറ്റ്സിൽ വന്നിട്ട് ഇവിടെ കൊറോണ, അതിൽ കൊറോണ സൺ എടുത്തു. ഇനി കൊറോണ സൺ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്യാണ്. പിന്നെ പതുക്കെ നമ്മൾ മൗസ് വിടുകയാണ്. ക്ലിക്ക് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൂവ് ചെയ്യുന്നതനുസരിച്ച് ഇതിൻ്റെ ഓൾറെഡി ചേഞ്ച് ആവും. കണ്ടില്ലേ? ഓക്കെ അല്ലേ? അടുത്തായിട്ട് നമുക്ക് ഇവിടെ കൊറോണ ടൂൾ ബാറിൽ ലൈറ്റ് മിക്സ് എന്നൊരു സംഭവമുണ്ട്. ഇത് യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് കൺട്രോൾ ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇതിൽ ഇൻസ്റ്റൻസ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ അത്രയും നല്ലത്. നമുക്കിപ്പോൾ സെപ്പറേറ്റ് ആയിട്ട് ലൈറ്റ്സ് ഒക്കെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇതിൽ മെമ്മറി കാര്യങ്ങൾ ചേഞ്ച് ആയിക്കൊണ്ടേയിരിക്കും. ഇപ്പോൾ ജനറേറ്റ് കൊടുത്തു. ഓക്കെ, ഇനി വീണ്ടും ക്യാമറ വ്യൂവിൽ വന്നു. ഇവിടെയാണ് നമുക്ക് ഇൻട്രാക്റ്റീവ് റെൻഡറിങ് സ്റ്റാർട്ട് ചെയ്യാം. ആണോ, ഇപ്പോൾ കംപ്ലീറ്റ് വൈറ്റ് ആയിട്ട് വരുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ലൈറ്റ്സും ഇപ്പോൾ ഫുൾ പവറിലാണ് കിടക്കുന്നത്. വാല്യൂ ഒക്കെ 1 ആണ് കിടക്കുന്നത്. ഇനിയിപ്പോൾ അതൊക്കെ ഓരോന്നിൻ്റെ വാല്യൂ കുറയ്ക്കുകയാണ്. നമുക്ക് റെൻഡർ ചെയ്യുമ്പോൾ തന്നെ ചെയ്യാം കേട്ടോ, കൺട്രോൾ ചെയ്യാം. ആണല്ലേ? ഇനി കൊറോണ സ്കൈ സണ്ണിൻ്റെ പവറും ഇതേപോലെ നമുക്ക് കൺട്രോൾ ചെയ്ത് കുറയ്ക്കാം. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തു. ഇനി നമുക്ക് കൊണ്ടുവന്ന ഒബ്ജക്റ്റിന് എങ്ങനെ മെറ്റീരിയൽ കൊടുക്കാമെന്ന് നോക്കാം. അതിന് ഫസ്റ്റ് നമുക്ക് വേണ്ടത് കോസ്മോസ് ആണ് വേണ്ടത്. ഇത് ഇൻബിൽറ്റ് ആയിട്ടുള്ളൊരു എന്താ പറയുക മെറ്റീരിയൽ അല്ലെങ്കിൽ മെഷീൻ്റെ ഒക്കെ ഒരു ലൈബ്രറിയാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ മെറ്റീരിയൽസ് എടുക്കുക, ഇതിൻ്റെ ഉള്ളിൽ റൂഫ് എടുക്കുക, വീണ്ടും നമ്മുടെ മെറ്റീരിയൽ എഡിറ്റർ ആണ് ഷോർട്ട് കട്ട്, അടിക്കുക, കോസ്മോസ് എടുക്കുക. ഇതിൽ ഇപ്പോൾ ഇത് ആണ് വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ റൂഫ് ടൈലിൽ ഇത് വന്നു. ഇനി റൂഫ് ടൈലിൻ്റെ നമ്മുടെ റൂഫ് സെലക്ട് ചെയ്യുന്നു, ഈ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്യുന്നു, ഇവിടെ മെയിൻ സെലക്ട് ചെയ്യുക, ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമ്മുടെ മെറ്റീരിയൽ വിസിബിലിറ്റി വേണമെങ്കിൽ ഇവിടെ കണ്ടോ ഷോ ഷെയ്ഡഡ് മെറ്റീരിയൽ വ്യൂ പോർട്ട് എന്ന് പറഞ്ഞിട്ട് വരുന്നത്. അസൈനിങ് എന്താണ് ഇവിടെ വരുന്നത്, അസൈൻ മെറ്റീരിയൽ ടു സെലക്ഷൻ. ഓക്കെ, അത് രണ്ടും ചെയ്തതിന് ശേഷം അടുത്ത വേണ്ടത് നമുക്ക് ഇതിൻ്റെ UV സെറ്റ് ചെയ്യാനുള്ളതാണ്. ഓക്കെ, UVW മാപ്പ് എടുക്കുക. നമ്മൾ ക്രിയേറ്റ് ടേബാണ് നേരത്തെ കണ്ടത്, ഇപ്പോൾ മോഡിഫൈ ടാബാണ്. മോഡിഫൈ ടാബിൻ്റെ ഉള്ളിൽ പോവുക. അതിൻ്റെ ഉള്ളിൽ നമുക്ക് മോഡിഫൈ ലിസ്റ്റ് ഉണ്ടാവും, അതിൽ UVW മാപ്പ് എന്ന് പറഞ്ഞിട്ട് കാണും. ഓക്കെ, ഇനി UVW മാപ്പിൽ ബോക്സ് ആണെങ്കിൽ ബോക്സ് കൊടുക്കുക. ഇപ്പോൾ കോസ്മോസിന് കൊണ്ടുവന്നതായതുകൊണ്ട് ഇതിൽ സൈസിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. ഞാൻ ചെയ്യുന്നത് 0.01. ഇനി ടൈൽ, ഈ ടൈലിൻ്റെ സൈസ് നമുക്ക് വേണമെങ്കിൽ ഇത് റിപ്പീറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് ചോദിക്കുന്നത്. ഞാൻ സൈസ് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ മെറ്റീരിയൽ അപ്ലൈ ചെയ്യുക. ഇതൊക്കെ പ്രീസെറ്റുകളാണ്. ഓൾറെഡി ഇതിൻ്റെ മാറ്റ് ഫിനിഷ് ആണെങ്കിലും ഗ്ലോസി ആണെങ്കിലും എല്ലാ ഫിനിഷുകളും സെറ്റായിട്ടാണ് ഇതിലുണ്ടാവുക. ഇപ്പോൾ ഇതിപ്പോൾ റൂഫ് ടൈലാണ്. ഇതേപോലെ തന്നെ നമുക്ക് ബ്രിക്സിൻ്റെ മെറ്റീരിയലോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. ഓക്കെ, മെറ്റീരിയൽ ആയിട്ടാണെങ്കിൽ അങ്ങനെ,
അതല്ലെങ്കിൽ 3D മോഡൽസ് ആണെങ്കിൽ അങ്ങനെ. ഇപ്പോൾ 3D മോഡൽസിനുള്ളിൽ നമുക്ക് മെയിനായിട്ട് വെജിറ്റേഷൻ, ട്രീസ്, ഇൻഡോർ പ്ലാന്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് വരിക. ഓക്കെ, ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗത്തൊക്കെ മെറ്റീരിയൽസ് അപ്ലൈ ചെയ്യാം. ഓക്കെ, വീണ്ടും മെറ്റീരിയൽ എഡിറ്റർ എടുത്തു. ഇതിൻ്റെ ഉള്ളിൽ കൊറോണ ലെഗസി മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് കാണാം. നമുക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. ഇപ്പോൾ അതിന് പേര് കൊടുക്കണമെങ്കിൽ ഇവിടെ നമുക്ക് കൊടുക്കാം. ഞാൻ വാൾ പെയിൻ്റ് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഓക്കെ, ക്യാമറ വ്യൂ എടുത്തു. ഓൾറെഡി സെലക്ട് ആയിരിക്കുന്നുണ്ട്. അപ്പോൾ വാൾസിനൊക്കെ പെയിൻറ് കൊടുത്തു. ഇതിപ്പോൾ നോർമലായിട്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ ഇതുപോലെയാണ് കൊടുക്കുക. ഇതിന് തന്നെ നമുക്കൊരു ഗ്ലോസി ഫിനിഷോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കണമെങ്കിൽ എന്താ ചെയ്യുക? ഇപ്പോൾ ക്ലിക്ക് ചെയ്ത് നമ്മൾ ഷിഫ്റ്റ് ഹോൾഡ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കോപ്പി എടുക്കാം, നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ. ഇനി ഇതിൻ്റെ ഉള്ളിൽ ഗ്ലോസ്നെസ് കൂട്ടണമെങ്കിൽ കണ്ടോ, ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ പ്രോപ്പർട്ടീസിൽ കണ്ടു കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ കാണാം. അതിൽ ജസ്റ്റ് നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ ഫുൾ ഗ്ലോസി ആയി. ഇനി അതിൻ്റെ ഗ്ലോസ്നെസ്സിൻ്റെ ലെവൽ നമുക്ക് കൺട്രോൾ ചെയ്യാം. ഇപ്പോൾ ഒരു 0.6 ഒക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് മാറ്റ് ഫിനിഷ് ആയി. അപ്പോൾ ഇങ്ങനെയാണ് ഗ്ലോസിയും മാറ്റ് ഫിനിഷും ആക്കുക. ഓക്കെ, ഇനി ഞാൻ ഇതിൻ്റെ ഇതൊന്ന് ചേഞ്ച് ചെയ്ത് ഒരു ബ്ലാക്ക് ഇത് കൊടുക്കുകയാണ്. ഓക്കെ, അവിടെ വിൻഡോ ഫ്രെയിംസിനൊക്കെ ഞാൻ ഇത് കൊടുക്കാനാണ്. അതിന് പേര് ഞാൻ കൊടുക്കുക. പേര് കൊടുക്കണം നിർബന്ധമില്ല, പക്ഷെ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, ഇനി ഗ്ലാസ് മെറ്റീരിയൽ. ഇത് കൊറോണയിലത്തെ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ലൈബ്രറിയാണ്. അതിലത്തെ ഗ്ലാസ് തന്നെയാണ് എടുക്കുന്നത്. ഓക്കെ, ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്തു. നമ്മൾ ഗ്ലാസിനൊക്കെ സെലക്ട് ചെയ്യുക, അസൈൻ റെൻഡർ കൊടുക്കുക. അപ്പോൾ സെയിം മെറ്റീരിയലായിട്ട് അസൈൻ ചെയ്തു. ഓക്കെ, ഇനി നമുക്ക് താഴത്തതിനെ കൂടി മെറ്റീരിയൽ അപ്ലൈ ചെയ്യാം. ബ്രൗസർ ഓപ്പൺ ചെയ്തു, മെറ്റീരിയൽ എടുത്തു, അതിൽ കോൺക്രീറ്റ് ടെക്സ്ചർ എടുത്തു. ഇവിടെ നമുക്ക് ഓൾ സെറ്റ്സിൻ്റെ ഡൗൺലോഡ് ഉണ്ട്. അപ്പോൾ ഓൾറെഡി ഡൗൺലോഡഡ് ആണെങ്കിൽ നമുക്കിതിൽ കാണാം. ഞാനിപ്പോൾ ഇതെടുക്കുകയാണ്, അതായത് ഇതെടുത്തു, ഇതിൽ അപ്ലൈ ചെയ്തു, വ്യൂ ഇൻ ഷെയ്ഡ്. ഓക്കെ, ഇനി UVW മാപ്പ് കൊടുത്തു. സൈസ് ഇപ്പോഴും ഇഷ്യൂ ആയിരിക്കും, അത് നമ്മൾ കോസ്മോസിന് എടുത്തുകൊണ്ടാണ്. നമുക്കതിൽ കൺട്രോൾ ചെയ്യാം. ഓക്കെ, താഴെ വേണമെങ്കിൽ നമുക്ക് ഗ്രാനൈറ്റ് കൊടുക്കണമെങ്കിൽ സ്റ്റോൺസിൻ്റെ ഉള്ളിൽ ഗ്രാനൈറ്റ് ഉണ്ട്. മെറ്റീരിയൽ ലൈബ്രറി എടുത്തു, ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, സെക്ഷൻ എടുത്തു, അപ്ലൈ ചെയ്തു, വീണ്ടും UV അപ്ലൈ ചെയ്തു. ഓക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ മെറ്റീരിയൽ കൊടുക്കാൻ പഠിച്ചു കംപ്ലീറ്റ്. ഇനി നമുക്ക് സ്കാറ്റർ ടൂൾ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ട്രീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് മൊത്തം സ്പ്രെഡ് ചെയ്യുന്നത് പഠിക്കാം. ഓക്കെ,
ഫസ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഒരു ലൈൻ എടുക്കാം. ജസ്റ്റ് ചുറ്റും നമ്മളൊന്ന് വരച്ചു കൊടുക്കുക. ലൈൻ ടൂൾ എടുക്കുന്നത് ഇവിടെ ക്രിയേറ്റിൻ്റെ ഉള്ളിൽ ജോമെട്രി ഷേപ്സ്. ഓക്കെ, ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എടുക്കാം. ഷേപ്പ് വരച്ചു കൊടുക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് അടുത്തത് ക്രിയേറ്റ് ഗ്യാവ് സ്കാറ്റർ. ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്താലും മതി, കുഴപ്പമില്ല. പിന്നെ നമ്മുടെ കോസ്മോസ് എടുത്തിട്ട് അല്ല ട്രീസ് എടുക്കണം. ഒരു ട്രീ എടുത്തു, പ്ലേസ് ചെയ്തു താഴെ. ഇനി ഈ ഒബ്ജക്റ്റ് നമുക്ക് ചിലപ്പോൾ ബോക്സ് ആയിട്ടാവും കാണാം, ബിക്കോസ് അതിൻ്റെ എന്താ പറയുക ഫുൾ മെഷായിട്ട് കാണിച്ചിട്ടുണ്ടാവില്ല. വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വ്യൂ പോർട്ട് ലാഗ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങനെയാണ് വരിക. അപ്പോൾ അത് ഒന്നെങ്കിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കൊറോണ പ്രോക്സി ആയിട്ടാണ് കിടക്കുന്നുണ്ടാവുക. അതിൽ നമുക്ക് വ്യൂ പോർട്ട് ഡിസ്പ്ലേ ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഫുൾ മെഷ് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ട്രീ ആയിട്ട് തന്നെ കാണാൻ പറ്റും. ഓക്കെ, F3 ആണ് നമുക്ക് വയർ ഫ്രെയിമിൽ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ മെഷ് ഡൗൺലോഡ് ചെയ്ത് വെച്ചു. ഇനി നമ്മൾ സ്കാറ്റർ സെലക്ട് ചെയ്യുക. സ്കാറ്റർ സെലക്ട് ചെയ്തിട്ട് ഒബ്ജക്ട്സിന് വരിക. അതിൽ നമുക്ക് എവിടെയാണോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിനെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കുക. ഇനി അതിൽ എന്ത് ഒബ്ജക്റ്റ് ആണോ ഇൻസ്റ്റൻസ് ഒക്കെ ഉണ്ടായത്, ഇതിൽ ഇൻസ്റ്റൻസ്ഡ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഇൻസ്റ്റൻസ് ആയിട്ട് മോഡൽ ഏതാ വേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക, ജസ്റ്റ് കാണിച്ചു കൊടുക്കുക. ഓക്കെ, ഇപ്പോൾ വീടിന് ചുറ്റും കംപ്ലീറ്റ് വന്നു. നോർമലി അതിൻ്റെ ഡീഫോൾട്ട് വാല്യൂ 1000 ആണ് ഉണ്ടാവുക. നമുക്കത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഒരു 50 ഒക്കെ ആയി കൊടുക്കുകയാണെങ്കിൽ ഇതുപോലെ വരും. നമുക്ക് ആവശ്യമുള്ള അനുസരിച്ച് അതിനെ കൂട്ടിയും കുറച്ചും നമുക്ക് കൊടുത്തു നോക്കാം. ഓക്കെ, ഇനി വീണ്ടും ക്യാമറ വ്യൂ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ കാണാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ഗ്രാസിനെ നമുക്ക് സ്കാറ്റർ ടൂൾ വെച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ സ്കാറ്റർ ടൂൾ വീണ്ടും എടുക്കുകയാണ്. ഗ്യാവ് സ്കാറ്റർ എടുത്തു, ക്രിയേറ്റ് ചെയ്തു. ഇനി കോസ്മോസിൽ വന്നു, ഒരു ഗ്രാസിനെ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചു. സ്കാറ്റർ എടുത്തു, വീണ്ടും ഞാൻ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുന്നത് ഇപ്രാവശ്യം ഈ താഴത്തെ ഗ്രൗണ്ടാണ്, അതിനെ സെലക്ട് ചെയ്തു. ഇനി ഇൻസ്റ്റൻസ് വന്നിട്ട് നമ്മൾ ഒബ്ജക്റ്റും സെലക്ട് ചെയ്ത് കൊടുത്തു. ഇത് കംപ്ലീറ്റ് ഇവിടെ വന്നിട്ടുണ്ടാവും. ഇനി ഇതിൻ്റെ വാല്യൂ വേണമെങ്കിൽ ഇവിടെ സർഫേസ് സ്കാറ്ററിംഗ് ടാബിൻ്റെ ഉള്ളിൽ പോയിട്ട് നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പോൾ ഒരു 1 lakh കൊടുക്കുകയാണ്. ഇനി നമ്മൾ ഇവിടെ ഇൻട്രാക്റ്റീവ് ലൈറ്റ് മിക്സ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ജനറേറ്റ് അടിക്കുക, ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഇവിടെയാണ് ഇൻട്രാക്റ്റീവ് റെൻഡറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമുക്ക് കാണാം ഗ്രാസ് വളരെ കുറവാണ്. നമുക്ക് അതിൻ്റെ വാല്യൂ കുറച്ചുകൂടി കൂട്ടണം. ട്രീസ് ഉണ്ട്, പക്ഷെ ഹൈറ്റ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഹൊറൈസൺ കാണുന്നുണ്ട്. അപ്പോൾ ട്രീസിനെ കുറച്ച് ഇറക്കി വെക്കണം. പിന്നെ ലൈറ്റ് എൻവയോൺമെൻറ്റ് ലൈറ്റ്സ് കൂടുതലാണ്. അപ്പോൾ അതിനെ പതുക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് കുറയ്ക്കുക. സൺലൈറ്റിനെ ഒന്ന് കൺട്രോൾ ചെയ്യാം. ഓക്കെ, ഫ്രെയിം ബഫറിൽ വരുന്ന ഈ ലൈറ്റ് മിക്സ് എന്ന് പറഞ്ഞൊരു ടാബ് ഉണ്ട്. ഇതിലേക്കാണ് നമുക്ക് വരേണ്ടത്. ഡിഫോൾട്ടായിട്ട് അതിൽ തന്നെ വരുന്നത്. അപ്പോൾ ആ ലൈറ്റ് മിക്സിൽ വരിക, ജസ്റ്റ് നമുക്ക് ലൈറ്റ്സിനെ കൺട്രോൾ ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഭാഗത്തേക്ക് കൂടി കയറി വന്നിട്ടുണ്ട്. നമ്മുടെ പാത്ത് വേയിലൂടെയും ഗ്രാസ് വന്നിട്ടുണ്ട്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എന്താ പറയുക, രണ്ട് ഒബ്ജക്റ്റ് ആയിട്ട് കിടക്കുന്നത്. അപ്പോൾ ഈ ഒബ്ജക്റ്റ് സെലക്ട് താഴെയും ഈ ഒബ്ജക്റ്റ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ ഗ്രാസ് മുകളിലേക്ക് വരുന്നതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയ മാത്രം എക്സ്ക്ലൂഡ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക്
വീണ്ടും ടോപ്പ് വ്യൂവിൽ വന്നു. ഞാൻ ജസ്റ്റ് ലൈൻ ടൂൾ എടുത്തു. ഒരു ലൈനായിട്ട് നമ്മൾ വരച്ചു കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ കറക്റ്റായിട്ട് വരയ്ക്കണില്ല, നിങ്ങൾക്ക് ചെയ്യുമ്പോൾ നല്ല എക്സാക്റ്റ് ആയിട്ട് അതിൻ്റെ മുകളിലോട് കൊടുക്കുകയാണെങ്കിൽ കറക്റ്റ് ആ ലൈൻ അതിനനുസരിച്ച് വന്നോളൂ. കുറച്ച് ഉള്ളിലേക്കായിട്ട് എടുക്കുകയാണ്. ഓക്കെ, ഇനി ഞാൻ ചെയ്യുന്നത് വീണ്ടും സ്കാറ്റർ ടൂൾ എടുത്തു. അതിൻ്റെ ഉള്ളിൽ ഏരിയാസ് കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഉള്ളിൽ സ്പ്ലൈൻ എക്സ്ക്ലൂഡ്സിൽ നമ്മൾ ആഡ് ചെയ്യുക, ആ ലൈനിനെ പിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് കാണുന്ന ഈ ഗ്രാസൊക്കെ ഇതിൻ്റെ പുറത്തേക്കായിട്ടാവും ഇനി നിൽക്കുന്നുണ്ടാവുക. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സർഫേസ് സ്കാറ്ററിങ്ങിൽ അതിൻ്റെ എണ്ണം ഒന്ന് കൂട്ടി കൊടുക്കാം. ഇപ്പോൾ 1 ലാക്ക് ഉള്ളത് നമുക്കൊന്ന് 10 ലാക്ക് ആക്കി. ഇതേപോലെ ട്രീസിൻ്റെ കാര്യം നമുക്കൊന്ന് ഹൈറ്റ് കുറയ്ക്കണമെങ്കിൽ വീണ്ടും വൈ ഫ്രെയിമിൽ വന്ന് ആ ലൈനിനെ മാത്രം ഞാൻ സെലക്ട് ചെയ്തിട്ട് പതുക്കെ ഒന്ന് താഴ്ത്തി കൊടുക്കുകയാണ്. ഓക്കെ, ഇനി വീണ്ടും ഒന്ന് റെൻഡർ ചെയ്ത് നോക്കാം. ഇപ്പോൾ പാത്ത് വേയുടെ അവിടെ കറക്റ്റ് ആയിട്ടുണ്ട്, പക്ഷേ ട്രീസിൻ്റെ ഇതൊക്കെ ഇങ്ങോട്ട് കയറി നിൽക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഞാൻ നമ്മുടെ ലൈൻ എടുത്തു. ആ ലൈനൊന്ന് അതിൻ്റെ ബോർഡർ ഒന്ന് കുറച്ച് മൂവ് ചെയ്ത് കൊടുക്കുകയാണ്. ആ മതിലിൻ്റെ അവിടെ നിന്ന് കുറച്ച് മൂവ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് കുറച്ചങ്ങോട്ട് നീങ്ങിപ്പോയിട്ടുണ്ട്. ട്രീസിൻ്റെ ഹൈറ്റ് കുറച്ചുകൂടി ഒന്ന് കൂട്ടി. ഞാൻ ഈ ഒരു ട്രീന് ജസ്റ്റ് ഇവിടെ നിന്ന് കൊടുക്കുകയാണ്. ഒരു ഷാഡോസ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ലീഫിൻ്റെതോ ചെറിയൊരു എഫക്റ്റ് കാണണമെങ്കിൽ നമുക്കൊരു ട്രീനെ ഇവിടെ കൊടുത്തു. ഇവിടെയാണ് നമുക്ക് ഇൻട്രാക്റ്റീവ് റെൻഡറിങ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് സൂം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗം മാത്രമായിട്ട് നമുക്ക് റെൻഡർ ആയി വരും കേട്ടോ. സൂം ഔട്ട് ചെയ്യുകയാണെങ്കിൽ എല്ലാ ഭാഗവും ഒരുമിച്ചാണ് റെൻഡർ ആവുക. അപ്പോൾ നമുക്ക് ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ട് ഏരിയ മാത്രം റെൻഡർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇതുപോലെ ജസ്റ്റ് സൂം ചെയ്ത് കാണിച്ചാൽ മതി. ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം അവിടെ ഓക്കെ ആയിട്ടുണ്ടോ ഇല്ലയാണോ ഉള്ളത്, ജസ്റ്റ് ചെക്ക് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഗ്രാസൊക്കെ നമുക്ക് ചെയ്യുമ്പോൾ ടൈം എടുക്കും, പക്ഷേ ഇപ്പോൾ ഓട്ടോമാറ്റിക് ഡീനോയ്സിങ് കൂടിയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എഫക്റ്റ് പോലെ കാണുന്നത്. നമ്മൾ പ്രോപ്പറായിട്ട് ഫുൾ റെൻഡർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോപ്പർ ലീവ്സ് ആയിട്ട് കറക്റ്റായിട്ട് നമുക്ക് കാണും. ഇപ്പോൾ ഗ്ലാസ്സിലൊക്കെ നമുക്ക് കറക്റ്റ് റിഫ്ലക്ഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. ക്ലൗഡ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇനി നമുക്കിതിലേക്ക് കുറച്ചുകൂടി മെഷ് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഒക്കെ കോസ്മോസിൽ തന്നെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഒരു കേർട്ടൻ ആഡ് ചെയ്യാണ്. കേർട്ടൻ എടുത്തു, ടോപ്പ് വ്യൂവിലിട്ടു. നമ്മൾ ഓരോ വ്യൂസ് നമ്മൾ നോക്കുക, ഫ്രണ്ട് ലെഫ്റ്റ് കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ഓരോ പോയിന്റിലേക്ക് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടുപോയി വെക്കാൻ പറ്റും. ഇൻസ്റ്റൻസ് ആയിട്ടാണ് ചെയ്യുന്നത്. കോപ്പി എടുത്ത് വീണ്ടും താഴേക്ക് കൊടുത്തു.
ഇനി നമുക്ക് ഒരു കാർ വേണമെങ്കിൽ ആഡ് ചെയ്യാം. വെഹിക്കിളിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ കാർസ് ഉണ്ട്. ഞാൻ ഇപ്പോൾ ഡൗൺലോഡ് എടുക്കുകയാണ്. ഓക്കെ, കാറിന് പ്ലേസ് ചെയ്തു. ഇനി നമുക്ക് ആൾക്കാരൊക്കെ വേണമെങ്കിൽ അങ്ങനെയും നമുക്ക് പ്ലേസ് ചെയ്യാം. പ്ലേസ് ചെയ്യുമ്പോൾ ഇതാണ് നോക്കേണ്ടത്. ചിലപ്പോൾ ഇത് മുകളിലേക്ക് ആയിട്ടാവും നിൽക്കുന്നുണ്ടാവുക. അതൊന്ന് കറക്റ്റ് ചെയ്ത് നിർത്തണം. അല്ലെങ്കിൽ ലെവലായിട്ടുള്ള ഭാഗത്തേക്ക് ആയിട്ട് നോക്കിയിട്ട് കറക്റ്റ് നോക്കുക. ഇനി നമുക്ക് പ്ലാൻസ് എന്തെങ്കിലും ആഡ് ചെയ്യാം. ചെയ്തു. ഞാൻ കോപ്പി എടുക്കുകയാണ്. ഇൻസ്റ്റൻസ് ആയിട്ട് നമുക്ക് എടുക്കാം. അതൊക്കെ വേണമെങ്കിൽ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം റാൻഡമായിട്ട്. ഈസി ചെയ്തിട്ട് പതുക്കുന്ന റണ്ടർ ചെയ്ത് നോക്കുക. ഉള്ളിവിടുത്തെ കേർട്ടൻസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. പ്ലാൻസ് ഇപ്പോൾ കയറിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്യുക. പതുക്കെ ഒന്ന് താഴ്ത്തി കൊടുക്കുക. സ്കെയിൽ ചെയ്യണമെങ്കിൽ സ്കെയിൽ ചെയ്ത് കൊടുക്കുക. ഒന്ന് മൂവ് ചെയ്ത് അതായിട്ട് കൊടുക്കുക. നമുക്ക് ഈ ഒരു ഭാഗം മാത്രമായിട്ട് റെൻഡർ ചെയ്ത് നോക്കണമെങ്കിൽ ഇതേപോലെ റീജിയൻ ഇട്ട് റെൻഡർ ചെയ്യാം. അപ്പോൾ ആ ഒരു ഏരിയ മാത്രമായിട്ട് റെൻഡർ ആയി വരും. ഇനി ഇതിൽ നിങ്ങൾക്ക് ഇതിൽ തന്നെ പോസ്റ്റ് പ്രൊഡക്ഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഡിസേബിൾ ചെയ്യണമെങ്കിൽ വീണ്ടും ഡിസേബിൾ ചെയ്തിടാം. നമുക്ക് ഫുള്ള് വീണ്ടും റെൻഡർ ആവും. നിങ്ങളുടെ കയ്യിൽ NVIDIA ആണെങ്കിലാണ് ഈ ഡീനോയ്സിങ് നമ്മൾ ഇൻട്രാക്റ്റീവ് റെൻഡറിങ്ങിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ ഡീനോയ്സിങ് നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ AMD കാര്യങ്ങളാണെങ്കിൽ ചിലപ്പോൾ അത് നടക്കില്ല. അത് പ്രശ്നമില്ല. ലാസ്റ്റ് നമുക്ക് നോർമൽ റെൻഡറിങ് ചെയ്യുമ്പോൾ നമുക്ക് ഡീനോയ്സിങ് സെപ്പറേറ്റ് ചെയ്യും. അപ്പോൾ CPU ആയിട്ട് തന്നെ ഡീനോയ്സിങ് ചെയ്യും.
ഇതിൽ എൻ്റെ NVIDIA ആയതുകൊണ്ടാണ് ഇതിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഡീനോയ്സ് കൂടി നടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഡോട്ട്സ് ഒക്കെ കാണാൻ ചാൻസ് ഉണ്ട്. അത് പ്രശ്നമില്ല, ലാസ്റ്റ് നമുക്ക് റെൻഡർ ചെയ്യുമ്പോൾ അത് ഓക്കെ ആയിക്കോളും. ഓക്കെ, ഫുൾ ചെയ്യണില്ല. ഇനി പോസ്റ്റ് പ്രൊഡക്ഷൻ ഉണ്ട്. ജസ്റ്റ് പോസ്റ്റിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം. നോർമലി ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ തന്നെ ചെയ്യാം. പിന്നെ സ്റ്റാറ്റ്സ് ഉണ്ട്. സ്റ്റാറ്റ്സിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റെൻഡറിങ് ടൈം എത്ര എടുത്തു, ഡീനോയ്സിങ് നടക്കുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയാം. ഇപ്പം കറണ്ട് സീനിലുള്ള നോയ്സ്, ആ ഡോട്ട്സ് പോലെ ഉണ്ടല്ലോ, അതന്നെയാണ് നോയ്സ് എന്ന് പറയുന്നത്. ആ നോയ്സിൻ്റെ ലെവൽ എത്രയാണ് കറണ്ട് സീനിൽ കാണിച്ചു തരും. ഇത് ഇവിടെ 19.75 ആണ് ആക്ച്വൽ കാണിച്ചു തരിക. പക്ഷെ നമുക്ക് വിഷ്വലി ഇത് കാണിച്ചു തരുന്നത് ബിക്കോസ് ഡീനോയ്സിങ് നടന്നിട്ടുള്ള സംഭവമാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് കാണുമ്പോൾ വലിയ നോയ്സ് തോന്നില്ല, പക്ഷെ ആക്ച്വലി ഇത്രയും ഉണ്ട്, 19.75 ഉണ്ട് നോയ്സ് ഇതിൽ. ഓക്കെ, ഇനി പോസ്റ്റ് പ്രൊഡക്ഷൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൽ നമുക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടാൽ നമുക്ക് എക്സ്പോഷർ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാൻ. ഓക്കെ, ഇതൊക്കെ റെൻഡറിങ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൺട്രോൾ ചെയ്യാം കേട്ടോ. പിന്നെ വൈറ്റ് ബാലൻസ്, ചെറിയൊരു വാം ടോണോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ അത് നമുക്ക് ഈ എഫക്റ്റിൽ കൊടുക്കാം. പിന്നെ ഹൈലൈറ്റ് കംപ്രഷൻ എന്ന് പറഞ്ഞിട്ട് കാണാം. ചില ഇങ്ങനെ ബേൺ ആയിട്ടുള്ള എഫക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിലേക്ക് നമുക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഈ ഹൈലൈറ്റ് കംപ്രഷൻ നമുക്കൊന്ന് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് ഓക്കെ ആയി. പിന്നെ ഇമേജിനൊന്ന് ഷാർപ്പൻ ചെയ്യണമെങ്കിൽ ഒക്കെ ഇവിടെ നമുക്ക് കൺട്രോൾ ചെയ്യാം. കണ്ടോ, ഇമേജ് കുറച്ചുകൂടി ഷാർപ്പായി. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കിവിടെ കൺട്രോൾ ചെയ്ത് പോവാം. ഇപ്പോൾ നിങ്ങൾ ഇൻട്രാക്റ്റീവ് റെൻഡറിങ്ങിൽ റെൻഡർ ചെയ്തിരുന്നൊക്കെ സ്ക്രീൻ റെസൊല്യൂഷനിലാണ്. ഇനി നിങ്ങൾക്ക് ഹയർ റെസൊല്യൂഷനിൽ ഇപ്പോൾ 4K ഒക്കെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ ഇപ്പോൾ റെൻഡർ സെറ്റപ്പിൽ വരിക. ഓക്കെ, ഇനി അതിൽ കോമണിൽ സൈസ് സെറ്റ് ചെയ്യാം. ഇപ്പോൾ വിഡ്ത്ത് ആണെങ്കിലും ഹൈറ്റ് ആണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം. ഇപ്പോൾ ഇതാണ് ഞാനിപ്പോൾ സെറ്റ് ചെയ്ത 1500 1188 ഇപ്പോൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് വേണമെങ്കിൽ എത്ര വേണമെങ്കിൽ കൂട്ടാം. ഇപ്പോൾ 3000 ആണെങ്കിലും കൂട്ടിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെയും നമുക്ക് ചേഞ്ച് ലോക്ക്ഡ് ആണ്. ഇപ്പം ഞാൻ ജസ്റ്റ് 1500 ഇട്ടുള്ളൂ. ഇനി സൈസ് കൂടുന്തോറും നമ്മുടെ റെൻഡറിങ് ടൈം കൂടുതലായിട്ട് വരും. ഇനി സീനിൽ വരുമ്പോൾ നമുക്ക് പാസ്, ടൈം ലിമിറ്റ്, നോയ്സ് ലിമിറ്റ്, ഇങ്ങനെ 3 സംഭവങ്ങളുണ്ട്. അപ്പോൾ ഏതാണോ ആദ്യം എത്തുന്നത് അവിടെ വെച്ചിട്ട് റെൻഡറിങ് സ്റ്റോപ്പ് ആവും. ഇപ്പോൾ നോയ്സ് ലിമിറ്റ് നമ്മൾ 3% ഇടുകയാണെങ്കിൽ ഈ സീനിലത്തെ നോയ്സ് കംപ്ലീറ്റ് 3% ആകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് റെൻഡറിങ് സ്റ്റോപ്പ് ആവും. അത് കഴിഞ്ഞിട്ട് ഡീനോയ്സിങ് സ്റ്റാർട്ട് ആവും. ഇനി ഡീനോയ്സിങ്ങിൽ നമ്മൾ പോയിട്ട് ഇവിടെ കൊറോണ ഹൈ ക്വാളിറ്റി ആയിട്ട് ഇട്ട് വയ്ക്കുക. ഇപ്പോൾ ഈ 3 കാര്യങ്ങളാണ് നമ്മളിപ്പോൾ ഹയർ റെസൊല്യൂഷൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേണ്ടത്. ഫസ്റ്റ് ഔട്ട്പുട്ട് സൈസ് സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ സീനിൽ പോയിട്ട് നമ്മൾ നോയ്സ് ലിമിറ്റ് സെറ്റ് ചെയ്യുക, ഡീനോയ്സിങ് സെറ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ജസ്റ്റ് റെൻഡർ കൊടുക്കുക. നമ്മൾ നേരത്തെ കൊടുത്തിരുന്നത് സ്റ്റാർട്ട് ഇൻട്രാക്റ്റീവ് റെൻഡറിങ് ആണ് കൊടുത്തിരുന്നത്. ഇനി നോർമൽ റെൻഡറിങ് ആയിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇവിടെയാണ് റെൻഡർ ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാം, ഇവിടെ മുകളിൽ കാണാം എൻ്റെ സൈസ്. ഇപ്പോൾ ഇതാണ് 100% പറയുന്നത്, ഇതെൻ്റെ 50% വരുന്നത്. നേരത്തെ പോലെയല്ല, ഇപ്പോൾ ടൈം എടുക്കും റെൻഡറായിട്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് വരാൻ. ബിക്കോസ് ഇപ്പോൾ റെൻഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡീനോയ്സിങ് നടക്കില്ല, പ്രോപ്പർ റെൻഡറിങ് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാം ഇതേപോലെ നോയ്സ് ആയിട്ട് നമുക്ക് കംപ്ലീറ്റ് കാണാം. കണ്ട, അപ്പോൾ സീനിലത്തെ നോയ്സ് ലെവൽ നോക്കണമെങ്കിൽ ഇവിടെ സൈഡിൽ നോക്കിയാൽ മതി. ഈ ബ്രാക്കറ്റ്സിലുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ഈ 3% ഇവിടെ സെയിം മാച്ച് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ റെൻഡറിങ് സ്റ്റോപ്പ് ആവും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇത് ഡീനോയ്സിങ് സ്റ്റാർട്ട് ആവും. ഓക്കെ, ഇപ്പോൾ ഈ സീൻ ഞാൻ വെക്കുന്ന റെൻഡർ ചെയ്യാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നോക്കാം. ഓക്കെ, റെൻഡർ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം
ഇവിടെ നോയ്സ് ലെവൽ 2.95 ആയി റെൻഡറിങ് ടൈം കൂടി ഉണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഡീ നോയ്സിങ് സ്റ്റാർട്ട് ആയിട്ടുള്ളത്. 15 സെക്കൻഡ്സ് ഡീ നോയ്സിങ്, ടോട്ടൽ 42 മിനിറ്റ്സ് ആയിട്ട് ഇവിടെ കാണിക്കും. ഇനി ഈ ഫയൽ സേവ് ചെയ്യണമെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് സേവ് ബട്ടൺ ഉണ്ട്. ഏതാ ഫോർമാറ്റ് വേണ്ടി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൽ സേവ് ചെയ്യാം. JPEGO അല്ലെങ്കിൽ PNGയോ ഏതെങ്കിലും ഒന്നിൽ നമുക്ക് സേവ് ചെയ്യാം. ജസ്റ്റ് സേവ് ചെയ്യാം. ക്വാളിറ്റി ബെസ്റ്റിലിടുക. അതിനനുസരിച്ച് ഇവിടെ ചിലപ്പോൾ ഇങ്ങനെയാവും എടുക്കുന്നുണ്ടാവുക. 95 സംതിങ്ങിലാവും എടുക്കുക. അത് ബെസ്റ്റിലിട്ട് വയ്ക്കുക. ഓക്കെ അടിക്കുക.